വീണ്ടും കാണുമ്പോൾ എന്താ പറയാ, ഒന്നും പറയാനില്ല. വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും റീമേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ നല്ല പടം. ആ കാലത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചൊരു പടമാണ് ഈ മോഹൻലാലിൻ്റെയും തിലകൻ്റെയും അഭിനയം. ഇപ്പം കണ്ടപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞു. അത്രക്കും നല്ല ഇഷ്ടപ്പെട്ടൊരു പടമാണ് കിരീടം. അപ്പോൾ ഈ കിരീടം വീണ്ടും റിലീസ് ചെയ്തതിൽ അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും നന്ദി പറയുന്നു. കണ്ണു നിറഞ്ഞു. നല്ലതായിരുന്നു. വീണ്ടും കിരീടം കാണുമ്പോൾ ഗ്രേറ്റ്. സൗണ്ടും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വളരെ നന്നായിരിക്കുന്നു. ഏതുമാത്രം പഴയ ഓർമ്മയിലേക്ക് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? കൊള്ളായിരുന്നു, നല്ലായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പടത്തിന്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വന്ന പടമല്ലേ, എൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കരയിച്ചു, നല്ല രീതിയിൽ കരയിച്ചു. സ്റ്റാർട്ടിങ് നല്ല രീതിയിലുള്ള തമാശകളും അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് ശേഷം നല്ല രീതിയിൽ കരയും ഫീലിങ്സും ഉണ്ടായിരുന്നു. ഇമോഷണലി നല്ലതായിട്ട് കണക്റ്റായി. ഇത്ര വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും നല്ലതായിരുന്നു. കോമഡി എല്ലാവരും പഴയ ആക്ടേഴ്സിൻ്റെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് തിലകൻ ചേട്ടനെയും ജയ ചേട്ടനെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പല സീനുകളും നമ്മൾ ഇന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ മേക്കിംഗ് ക്വാളിറ്റി ആയാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പടം. ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത്. കിരീടം റിലീസാവുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമയാണല്ലോ. പക്ഷേ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമ്പോൾ കൂടുതലായിട്ട് സേതുമാധവൻ്റെ ഇമോഷൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ CP സാറും ലോഹി സാറും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റിൻ്റെ ഡെപ്ത്ത് ശരിക്കും നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അതിലെ സോങ് ആണെങ്കിലും മൊത്തത്തിലിപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം റീവർക്ക് ചെയ്താണല്ലോ വന്നത്. അപ്പം പിന്നെ അന്നത്തെ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിൽ കൂടി തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഹ്യൂമറൊക്കെ ഒട്ടും ഔട്ട്ഡേറ്റഡ് അല്ല. എങ്ങനെയാണ് കാലത്തിനതീതമായിട്ട് സിനിമ സഞ്ചരിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കിരീടം. തീർച്ചയായിട്ടും പഴമ നഷ്ടപ്പെടുത്താത്ത പുതുമയിലുള്ള ഒരു ചിത്രം. അത് ഒരു ഒരു ഭംഗി തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരക്കഥ. ചിത്രത്തിൻ്റെ തിരക്കഥയാണ്. ലോഹിതദാസ് എന്ന് പറയുന്ന ലെജൻഡിൻ്റെ നമ്മുടെ തനിയാവർത്തനം പോലുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കിരീടത്തിലേക്ക് വരികയാണെങ്കിൽ സിബി മലയിൽ സാറിൻ്റെ ഒരു മികച്ച ഒരു സംവിധാനം, അതേപോലെ തന്നെ ലാലേട്ടനായാലും പാർവതി ചേച്ചി ആയാലും എല്ലാ ആർട്ടിസ്റ്റും മുകേഷ് ജഗദീഷ് ചേട്ടനായാലും നമ്മുടെ മണിയമ്പിള്ള രാജു ചേട്ടനായാലും ശങ്കരാടി ചേട്ടനായാലും കവിയർ പൊന്നമ്മ ചേച്ചി ആയാലും ഒരു നീണ്ട നിര ജഗദീഷ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ഫിലോമിന ചേച്ചി, തിലകൻ ചേട്ടൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകർ ഈ ഒരു ചിത്രം, ഞാനൊക്കെ TV-യിലാണ് ഇത് കണ്ടത്. ഇപ്പോൾ നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 33 എത്ര വർഷമായി. അപ്പോഴൊന്നും നമ്മൾ സിനിമ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. TV-യിലൂടെയൊക്കെയാണ് ആ ഒരു ഇത് കാണുന്നത്. പക്ഷേ ഈ ഒരു ചിത്രം നമ്മൾ ഒരു തിയേറ്ററിൽ കണ്ടപ്പോഴൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ആദ്യം നമ്മളെ ചിരിപ്പിക്കുകയും പിന്നെ ആ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ അത് ലാലേട്ടൻ അഭിനയിച്ച് മലയാളികളെ കരയിപ്പിച്ച് ഭയങ്കര